മാതർമേ മധുകൈടഭഗ്നി മഹിഷപ്രാണാപഹാരോദ്യമേ ഏലാനിർമ്മിതധൂമ്രലോചനമതി ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശൂരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മഹാത്മ്യത്തിൽ ദേവിയുടെ ദേവന്മാരോടുള്ളതായിട്ടുള്ള ആ ഉക്തികളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ദേവി അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞു. ശേഷം മഹർഷി സുരഥ മഹാരാജാവിനോടും വൈശ്യനോടും കൂടി പറയണതാണ് ഇനിയുള്ളത്. തയ ഇതൻ മോഹ്യതേ വിശ്വം സൈവ വിശ്വം പ്രസൂയതേ സാ മുക്തി സാ ച വിജ്ഞാനം തുഷ്ടാ സിദ്ധിം പ്രയച്ഛതി തയാ ഏതത് മോഹ്യതേ വിശ്വം തയാ ഏതത് മോഹ്യതേ വിശ്വം തയാ ആ ദേവിയാൽ ഏതത് വിശ്വം ഈ വിശ്വം മുഴുവനും മോഹ്യതേ മോഹിപ്പിക്കപ്പെടുന്നു. ദേവി തന്നെയാണ് ഈ വിശ്വത്തിനെ അജ്ഞാനത്തിലാക്കുന്നത്. അജ്ഞാനത്തിലെന്ന് വെച്ചാൽ ഒരു ഇത് സത്യാവസ്ഥ അവിടുന്ന് മറച്ചു വയ്ക്കുക, ആ മോഹിപ്പിക്കുക എന്നുള്ളത് അതും ദേവി തന്നെയാണ് ചെയ്യണത്. ആ ജ്ഞാനം ഉണ്ടാക്കി കൊടുക്കുന്നതും ദേവിയാണ്, മനുഷ്യരെ മോഹിപ്പിക്കുന്നതും ദേവി തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ ഓരോന്ന് കാണിച്ചു കൊടുത്ത് ആളുകൾക്ക് മോഹം ഉണ്ടാക്കി കൊടുക്കുന്നതും ദേവി തന്നെയാണ് എന്ന് പറയണ. സാ തയൈവ മോഹ്യതേ വിശ്വം ആ ദേവിയാൽ തന്നെ ഈ വിശ്വം മുഴുവൻ മോഹിതമാകുന്നു, മോഹിപ്പിക്കപ്പെടുന്നു. സൈവ വിശ്വം പ്രസൂയതേ ആ ദേവി തന്നെയാണ് ഈ വിശ്വത്തെ മുഴുവൻ പ്രസൂയതേ പ്രസവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൃഷ്ടിക്കുന്നത്. ഈ വിശ്വത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതും ദേവി തന്നെയാണ്, ഈ വിശ്വത്തിനെ മുഴുവൻ മോഹിപ്പിക്കുന്നതും ദേവി തന്നെയാണ്. സാ മുക്തി എന്നാൽ ഈ മോഹത്തിൽ നിന്ന് മോചനം നൽകുന്നത് അതും ദേവി തന്നെയാണ്. സാ മുക്തി ആ ദേവി തന്നെയാണ് മുക്തിയായിട്ടുള്ളതും മോചനമായിട്ടുള്ളതും ആ ദേവി തന്നെയാണ്. മുക്തി എന്ന് പറഞ്ഞാൽ ദേവിയിൽ നിന്ന് ഭിന്നമായിട്ടൊന്നല്ല, ദേവി തന്നെയാണ്. ആ മുക്തി എന്ന് പറയുന്നതും ദേവി തന്നെയാണ്. സാച വിജ്ഞാനം സാച ജ്ഞാനം എന്ന് പറയുന്നതും അതും ദേവി തന്നെയാണ്. മുക്തി എന്ന് പറയുന്നതും ദേവിയാണ്, വിജ്ഞാനം എന്ന് പറയുന്നതും ദേവി തന്നെയാണ്. ഇനി സാ തുഷ്ടാ സിദ്ധിം പ്രയച്ഛതി തുഷ്ടയാകുമ്പോൾ ആ ദേവി സന്തോഷിക്കുമ്പോൾ ദേവി സിദ്ധിയെ എല്ലാ സിദ്ധികളെയും പ്രയച്ഛതി നൽകുന്നു. എല്ലാ സിദ്ധി വേണ്ടതായിട്ടുള്ള എല്ലാ സിദ്ധികളെയും ദേവി നൽകുന്നു. എപ്പോൾ സന്തോഷിതയാകുമ്പോൾ ദേവിയെ ഭജിക്കുക, ദേവിയെ തന്നെ ഭക്തിയോടുകൂടി ദേവിയെ ഭജിക്കുമ്പോൾ ദേവി തുഷ്ടയായി തീരും. അപ്പോൾ ദേവി എല്ലാ കാര്യങ്ങളും നൽകുന്നു, നടത്തിത്തരുന്നു. പ്രയച്ഛതി എല്ലാം തന്നെ നൽകുന്നു എന്നുള്ളതാണ്. വ്യാപ്തം തയൈതൽ സകലം ബ്രഹ്മാണ്ഡം മനുജീശ്വര മഹാകാള്യ മഹാദേവ്യ മഹാമാരി സ്വരൂപയാ. വ്യാപ്തം തയൈതൽ സകലം ബ്രഹ്മാണ്ഡം അല്ലയോ മനുജീശ്വര, മനുജന്മാരുടെ ഈശ്വരനായിട്ട് രാജാവേ എന്നുള്ളതാണ്. രാജാവാണല്ലോ. അല്ലയോ മനുജീശ്വര രാജാവേ. തയാ ഏതത് സകലം ബ്രഹ്മാണ്ഡം വ്യാപ്തം തയാ ആ ദേവിയാൽ ഏതത് സകലം ബ്രഹ്മാണ്ഡം ഈ ബ്രഹ്മാണ്ഡം മുഴുവനും, അതായത് ഈ പ്രപഞ്ചം മുഴുവൻ തന്നെ, ഈ ബ്രഹ്മാണ്ഡം മുഴുവനും തന്നെ ആ ദേവിയാൽ വ്യാപ്തമാണ്. ദേവി ഈ ബ്രഹ്മാണ്ഡത്തെ മുഴുവനും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏതത് ഭുവനം വ്യാപ്തം ഏതത് ബ്രഹ്മാണ്ഡം വ്യാപ്തം മഹാകാള്യ മഹാദേവ്യ മഹാമാരീ സ്വരൂപയ. അവിടെ തയാ എന്നുള്ളതിന് വ്യാഖ്യാനം പറയുകയാണ്, ഒന്നും കൂടി വിശേഷണങ്ങൾ ഒന്നും കൂടി പറയുകയാണ്. മഹാകാളിയായിട്ടുള്ള ആ ദേവിയാൽ മഹാദേവിയും മഹാകാളിയും ആയിട്ടുള്ളതായ ആ ദേവിയാൽ മഹാമാരീസ്വരൂപയ എന്നാൽ മാരീസ്വരൂപയും ദേവി തന്നെയാണ്. മഹാകാളിയും മഹാദേവിയും ഒക്കെ ദേവിയാണ്. ആ മഹാമാരീസ്വരൂപയും ദേവിയാണ്. മാരീസ്വരൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാമാരികൾ എല്ലാ ദുർഘടാവസ്ഥകൾ അതൊക്കെ ഉണ്ടാക്കുന്നതും ദേവി തന്നെയാണ് എന്നുള്ളതാണ്. മോഹിപ്പിക്കുന്നതൊക്കെ ദേവിയാണെന്ന് പറഞ്ഞല്ലോ. അതുമാതിരി
മഹാമാരികൾ ഉണ്ടാക്കുന്നതും ദേവി തന്നെയാണ്. ഏറ്റവും വലിയ ആപത്തുകൾ ഉണ്ടാക്കുന്നതും ദേവിയാണ്. ദേവി ക്രുദ്ധയായിട്ട് തീരുമ്പോഴാണ് ഈ ആപത്തൊക്കെ ഉണ്ടാവുന്നത്. ദേവിക്ക് ഈ ഹിതമല്ലാത്തത് പ്രവർത്തിക്കുമ്പോൾ, മനുഷ്യർക്ക് ഹിതമല്ലാത്തത് പ്രവർത്തിക്കുമ്പോൾ ആണ്, ലോകർക്ക് ഹിതമല്ലാത്തത് പ്രവർത്തിക്കുമ്പോഴാണ് ഈ മഹാമാരികളൊക്കെ ഉണ്ടായിത്തീരുന്നത്. അതും ഉണ്ടാക്കുന്നതും ദേവി തന്നെയാണ്. സൈവ കാലേ മഹാമാരി സൈവ സൃഷ്ടിർഭവത്യജ സ്ഥിതിം കരോതി ഭൂതാനാം സൈവ കാലേ സനാതനീ. സൈവ ഓരോരോ കാലത്തെ കാലേ അതാത് കാലങ്ങളിൽ മഹാമാരിയായിട്ട് വർത്തിക്കുന്നതും ദേവി തന്നെ. സൈവ കാലേ അതാത് കാലങ്ങളിൽ മഹാമാരിയാകുന്നതും ദേവി തന്നെ. സൈവ സൃഷ്ടിർമ ഭവത്യജ അജയായിട്ടുള്ള ആ ജനനമില്ലാത്തതായ ആ ദേവി തന്നെയാണ് സൃഷ്ടിയായിട്ട് തീരുന്നതും. ആ സൃഷ്ടിയായിട്ട് തീരണത്, സൃഷ്ടിക്കുന്നത് ദേവി എന്ന് പറഞ്ഞു. ആ സൃഷ്ടിയായിട്ട് മാറുന്നതും ദേവി തന്നെയാണ്. സൈവ സൃഷ്ടിർ ഭവത്യജ സൃഷ്ടി ഭവതി അജ സാ ഏവ. അജയായിട്ടുള്ള ആ ദേവി തന്നെ സൃഷ്ടിയായിട്ടും തീരുന്നു. സ്ഥിതിം കരോതി ഭൂതാനാം. ആ ഭൂതങ്ങൾക്ക് സ്ഥിതിയെ, നിലനിൽപ്പ് ഉണ്ടാക്കുന്നതും വേണ്ട വിധത്തിൽ സംരക്ഷിക്കുന്നതും അതും ദേവി തന്നെ. സ്ഥിതിം കരോതി ഭൂതാനാം സൈവ കാലേ സനാതനി. സനാതനി, സനാതനിയായിട്ടുള്ള ഏറ്റവും പുരാണ ആയിട്ടുള്ളതായിട്ടുള്ള ആ ദേവി തന്നെയാണ്, പുരാതനയായിട്ടുള്ള ആ ദേവി തന്നെയാണ്. സൈവ കാലേ, ആ വേണ്ടതായിട്ടുള്ള കാലത്തിൽ സൃഷ്ടിക്കുന്നതും വേണ്ടതായിട്ടുള്ള കാലത്ത് സ്ഥിതിയെ ചെയ്യുന്നതും എല്ലാം ആ ദേവി തന്നെ. ആ മഹാമാരിയായിട്ട് തീരുന്നതും ദേവി തന്നെ എന്ന് പറയണം. ഭവകാലേ നൃണം സൈവ ലക്ഷ്മീർ വൃദ്ധിപർപ്രദാ ഗൃഹേ സൈവ അഭാവേ തഥാ ലക്ഷ്മീർ വിനാശായോപജായത്തെ. ഭവകാലേ നൃണം, നൃണം ഭവകാലേ മനുഷ്യരുടെ നല്ല കാലത്ത്, അതായത് അവർക്ക് പുഷ്ടി ഉള്ളതായിട്ടുള്ള സമയത്ത്, ഭവകാലേ ഭവത്തിൻ്റെ കാലത്ത്, അതായത് വേണ്ട വിധത്തിലുള്ളതായിട്ടുള്ള ഐശ്വര്യങ്ങളൊക്കെ ഉള്ളതായിട്ടുള്ള ആ സമയത്ത്, ഭവകാലേ സൈവ ലക്ഷ്മീഹി വൃദ്ധിപ്രദാ ഗൃഹേ. സൈവ ലക്ഷ്മീഹി, ആ ദേവി തന്നെയാണ് ലക്ഷ്മി ഭഗവതിയായിട്ട് വൃദ്ധിപ്രദാ ഗൃഹേ, ഗൃഹത്തിൽ എല്ലാ വൃദ്ധിയെയും ഉണ്ടാക്കുന്നത് ദേവിയാണ്. അതായത് വൃദ്ധി ഉണ്ടാവുമ്പോൾ, സമ്പത്ത് ഉണ്ടാവുമ്പോൾ അത് ആ സമ്പത്ത് ഉണ്ടാവുന്നത് എൻ്റെ കേമത്വം എന്ന് വിചാരിക്കുക എല്ലാവരും. അല്ല, അത് സമ്പത്തുണ്ടാവുമ്പോൾ അതും ദേവിയുടെ പ്രസാദം കൊണ്ട് തന്നെയാണ് ആ സമ്പത്തായിട്ട് തീരുന്നതും ദേവിയുടെ പ്രസാദം കൊണ്ടാണ്. സൈവ ഭവകാലേ, ഭവകാലത്ത് ഐശ്വര്യകാലത്ത് നൃണാം മനുഷ്യർക്ക് സൈവ ലക്ഷ്മീഹി, ലക്ഷ്മി ഭഗവതിയായിട്ട് തീരുന്നതും വൃദ്ധിപ്രദ, എല്ലാ ഐശ്വര്യങ്ങളെയും ഗൃഹത്തിൽ ഉണ്ടാക്കുന്നതായിട്ട് ലക്ഷ്മി എന്നുള്ളതും സൈവ ആ ദേവി തന്നെയാണ്, ഭഗവതി തന്നെയാണ്. സൈവ അഭാവേ, ഇനി അഭാവത്തിൽ ഐശ്വര്യമില്ലാത്തതായിട്ടുള്ള അവസരങ്ങളുണ്ടല്ലോ, ആ അഭാവേ സൈവ തഥാ അലക്ഷ്മീഹി, അലക്ഷ്മിയായിട്ട് തീരുന്നതും ആ ദേവി തന്നെയാണ്. ലക്ഷ്മിയെ ഇല്ലാതാക്കി തീർക്കുന്ന അലക്ഷ്മിയായിട്ട് തീരുന്നതും ദേവി തന്നെയാണ്. സൈവ തഥാ അലക്ഷ്മീഹി എന്നവിടെ പദം മുറിക്കുമ്പോൾ എങ്ങനെയാണ്? തഥാ അലക്ഷ്മീഹി, അലക്ഷ്മിയായിട്ട് അഭാവത്തിൽ ആ ഐശ്വര്യമില്ലാത്തതായിട്ടുള്ള കാലത്ത് ആ അലക്ഷ്മിയായിട്ട് തീരുന്നതും ദേവി തന്നെയാണ്. വിനാശായോപജായതേ, അപ്പോൾ വിനാശായ ഭവതി, ദേവി വിനാശത്തിനായിക്കൊണ്ട് ഭവിക്കുന്നു. അതായത് അല്ലാത്ത കാലത്ത് ദേവി വിനാശത്തിനായിട്ട് ഭവിക്കുന്നതും ദേവി തന്നെയാണ് എന്നാണ്. സ്തുതാ സംഭൂജിത പുഷ്പൈർ ധൂപഗന്ധാദിഭിസ്തഥാ ദദാതിവിത്തം പുത്രാംശ്ച മതിം ധർമ്മേ രഥാം ശുഭം. സ്തുതാ പൂജിതയാകുമ്പോൾ, ദേവിയെ പൂജിക്കുമ്പോൾ, സംഭൂജിത സ്തുതിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ, സംഭൂജിത പൂജിക്കപ്പെടുമ്പോൾ, പുഷ്പൈഹി പുഷ്പങ്ങളെ കൊണ്ടോ, ഗന്ധാദിഭി ധൂപങ്ങളെ കൊണ്ട്, ഗന്ധാദികളെ കൊണ്ട് ഒക്കെ ദേവിയെ പൂജിക്കുമ്പോൾ ദദാതി വിത്തം ധാരാളം സമ്പത്ത് നൽകുന്നു. പുത്രാംശ്ച, പുത്രനാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ പുത്രന്മാരെ നൽകുന്നു. പുത്രാംശ്ച മതിം, മതിയെ ബുദ്ധി ഉണ്ടാക്കിത്തരുന്നു. ധർമ്മേ രഥാം ശുഭം, ധർമ്മത്തിൽ ഉള്ളതായിട്ടുള്ള രതിയോടുകൂടിയ താല്പര്യത്തോടുകൂടിയതായ ശുഭമായ ബുദ്ധിയെ ഉണ്ടാക്കിത്തരുന്നതും ദേവി തന്നെയാണ്. എല്ലാം ദേവി തന്നെയാണ്. വേണ്ടത് ഏതാണ് എന്ന് വെച്ചാൽ
ആ ദേവിയെ പൂജിക്കുകയേ വേണ്ടൂ, പൂജിച്ചാൽ എല്ലാം വേണ്ട പോലെ ഉണ്ടാക്കിത്തരും എന്ന് പറഞ്ഞ് ആ അദ്ദേഹത്തിൻ്റെ ഉക്തികൾ, ദേവിയുടെ മാഹാത്മ്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ആ മഹർഷി എന്നുള്ളതാണ്. ഈ 12ാമത്തെ അധ്യായം അവിടെ അവസാനിക്കുകയാണ്. ഇതി ദേവീ മാഹാത്മ്യേ ദ്വാദശോധ്യായ സമാപ്ത. 12ാമത്തെ അധ്യായവും അവസാനിച്ചു. ഇനി 13ാമത്തെ അധ്യായത്തിൽ ഇതൊക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അതായത് ആദ്യം ആ കഥ പറഞ്ഞു തുടങ്ങി, മാർക്കണ്ഡേയൻ കഥ തുടങ്ങി, മഹർഷി കഥ പറഞ്ഞു തുടങ്ങുന്നതായിട്ടാണ് പറഞ്ഞത്. അത് തന്നെ ഇനി അവിടെ രാജാവിന് എന്തുണ്ടായി, വൈശ്യന് എന്തുണ്ടായി എന്നൊക്കെ പറഞ്ഞ് അതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ മഹാത്മ്യം അവസാനിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ ചെയ്യണത്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ദേവി നാരായണി നമോസ്തുതേ.